വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ കണ്ടു, സമ്മർ ഹെയർ കെയർ റൂട്ടീൻ ആണ്. സമ്മർ ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ഇന്ന് ചെയ്യാൻ കാരണം, ഇന്ന് ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്യുന്ന ഒരു ദിവസമാട്ടോ. ഞാനിപ്പം ആഴ്ചയിൽ ഒരു 2 times 3 times എങ്കിലും ഹെയർ വാഷ് ചെയ്യാറുണ്ട്, 1-2. പക്ഷെ പുറത്ത് പോയിട്ട് വരുന്ന ടൈമിൽ ഞാൻ അപ്പം തന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഷാമ്പു കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് നോർമൽ ആയിട്ടൊന്ന് തലമുടി ഒന്ന് സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ സ്വെറ്റിംഗ് പ്രോബ്ലം ഉള്ള ആളല്ല. പക്ഷെ ഇപ്പം എനിക്ക് പോയി തല മാത്രം വേർക്കും, കാരണം അത്രയ്ക്ക് ചൂടാണ്. സോ ചൂട് കാലത്ത് നമുക്ക് ഹെയർ കെയർ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധിച്ച് ആരെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോക്ക് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കമന്റ് ചെയ്യുക, ഇമോജീസ് ഒഴികെ നിങ്ങൾക്ക് വേർഡ്സുകൾ കമന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ പൊക്കി അടിച്ച് അത് പറയണ്ട കേട്ടോ. എനിക്കിപ്പോ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഞാൻ അതിനെ ആ ഒരു മൈൻഡിലേ എടുക്കത്തുള്ളൂ. കാരണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നും ഇതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അതിന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാലും പോസിറ്റീവ് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് ജെനുവിൻ ആയിട്ട് തന്നെ എന്നോട് ഷെയർ ചെയ്യാം. എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾ നെഗറ്റീവ് പറയുന്ന സമയത്ത് എനിക്ക് കൂടുതലൊന്ന് ഇമ്പ്രൂവ് ആയി വരാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്റെ ചാനലിനെ പറ്റി എന്റെ വീഡിയോയിനെ പറ്റി ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് 2-3 ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യമായിരുന്നു ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യവും അതുപോലെ തന്നെ ക്ലാരിറ്റിയുടെ കാര്യവും. എനിക്കറിയാം, ഞാൻ ഹോസ്റ്റലിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്റെ ഫോൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്, Redmi 12 Pro Max ആണ് ഞാൻ യൂസ് ആക്കുന്നത്. സോ അത് രണ്ടും എന്റെ വീഡിയോ അത്രമാത്രം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നല്ല. പിന്നെ ഈ ഹോസ്റ്റൽ നിങ്ങൾക്കറിയാം, ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളൂ. ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ല. പിന്നെ മാറ്റം വരുത്താന്നുള്ളത് നമ്മൾ ഈ ഒരു ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് റിസൈൻ വെച്ച് പോകാന്നുള്ള സമയത്ത് എനിക്കൊരു ഇത് വ്യത്യാസം എനിക്ക് അതിലേ വരുത്താൻ പറ്റത്തുള്ളൂ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. കുറച്ച് കാലം കൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ പറയുന്ന സജഷൻസ് ഒക്കെ ഞാൻ ആ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ വരുത്താനും കൂടെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിവേ വീഡിയോയുടെ ഒരു 3 മിനിറ്റോളം എന്റെ കത്തിവെക്കലായിരുന്നു. സോ നമുക്ക് ഇനി കണ്ടറിലോട്ട് കിടക്കാട്ടോ. ആ 3 മിനിറ്റ് കേൾക്കാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. നമ്മുടെ സമ്മർ ഹെയർ കെയറിൽ, സമ്മർ എന്ന് പറയുന്നത് മാത്രമല്ല ഏതൊരു ടൈമിലും നിങ്ങൾക്ക് ഹെയറിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹെയർ കെയർ മസ്റ്റ് ആയിട്ട് വേണ്ട ഒന്നാണ്. ഹെയറിനെ ഇഷ്ടം അല്ലെങ്കിൽ തലയിൽ മുടി എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡന്റിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിൽ തന്നെ വരും നമ്മുടെ ഈ ഒരു ഹെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, പല എന്താ പറയാ, മുടി ഇല്ലെങ്കിലൊക്കെ നമുക്കൊരു ഭയങ്കര അപകർഷതാബോധവും ഭയങ്കര ഒരു ഇതാണ്. സോ നമുക്ക് ഏതൊരു ടൈമിലും ഹെയർ കെയർ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഓരോ സീസണിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എന്ന് മാത്രം. ഇപ്പൊ സമ്മറാണ്, അതുകൊണ്ട് ഈ ഒരു വീഡിയോ സമ്മർ ഹെയർ കെയർ റൂട്ടീനിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ നമ്മുടെ സമ്മറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഹെയർ ലോസ് ആണ്. എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൂക്കി വരും. എന്നെ പറ്റി ആരോ എന്തോ കാര്യമായി കുറ്റം പറയുന്നുണ്ട്. എനിവേ നമ്മുടെ സമ്മർ ഹെയർ കെയറിൽ എപ്പോഴും സമ്മർ പുറത്തു പോകാൻ നോക്കുന്ന സമയത്ത് ഒരു സ്കാർഫോ അല്ലെങ്കിൽ ഹാറ്റോ തലയിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ കമ്പൽ ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് അത് പറ്റത്തില്ല. ഇപ്പൊ ഞാനടക്കം എനിക്ക് പറ്റത്തൊന്നുമില്ല മുടിയിൽ. എനിക്ക് പറ്റേട്ടപ്പോൾ ക്യാപ്പ് വെക്കാൻ ഇഷ്ടം. പക്ഷെ ഈ ലോങ് ഹെയറിൽ ആ ക്യാപ്പ് വെക്കുമ്പോൾ വലിയ സ്റ്റൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ വെക്കാറില്ല എന്ന് മാത്രമേ. എന്റെ ക്യാപ്പ് ഉണ്ട് കേട്ടോ, വെക്കാറില്ല. പിന്നെയാണ് ഹെൽമെറ്റ് വെക്കുമ്പോഴുള്ള പ്രശ്നം. ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് മാക്സിമം തലയിൽ ഒരു ചെറിയ തുണി മറ്റേ ടവൽ ടൈപ്പ് കെട്ടിയിട്ട് ഹെൽമെറ്റ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മുടെ വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അബ്സോർബ് ആയിക്കോളും. അല്ലാണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ചൂടും ആ വേർപ്പും എല്ലാം കൂടി ഇന്ന് കഴിയുമ്പോൾ നല്ലോണം എയർഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനടക്കം പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണിത്. അതായത് നമ്മൾ പുറത്തു വന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ സണ്ണിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീനുകൾ യൂസ് ചെയ്യും. സൺസ്ക്രീൻ
യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹെയറിന് വേണ്ടിയിട്ട് നമുക്കൊരു UV പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അലവേര ജെല്ലോ അങ്ങനെ വല്ലതും യൂസ് ചെയ്യാം. അലവേര ജെല്ല് നല്ലതാട്ടോ, സണ്ണിൽ നമുക്ക് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിനെ നല്ലോണം തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സമ്മറിൽ ഹെയർ വാഷിംഗ് റൂട്ടീൻ വിന്റർ ചെയ്യുന്നത് പോലെ അല്ല. സമ്മറിൽ നമ്മുടെ തലമുടി സ്കാൽപ്പ് ഇടയ്ക്കിടയ്ക്ക് വേർക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹെയർ വാഷ് ചെയ്യുക. എപ്പോഴും സ്വെറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ തലയിൽ അധികമായി അഴുക്ക് പറ്റുകയോ അല്ലെങ്കിൽ വേർപ്പ് ഉണ്ടെങ്കിലോ മുടി നല്ലോണം തന്നെ വാഷ് ചെയ്ത് വൃത്തിയാക്കി തന്നെ വെക്കുക. നമ്മുടെ ഹെയർ വാഷിംഗ് ഫ്രീക്വൻസി മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഫ്രീക്വൻസി മാറ്റുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഷാമ്പു യൂസ് ചെയ്യരുത്. അത് കൂടുതൽ നിങ്ങളുടെ മുടി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കാരണമാവും. സോ അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ വല്ല ഷാമ്പു യൂസ് ചെയ്താൽ മതി. ഞാൻ ആഴ്ചയിൽ ഒന്നേ ഷാമ്പു യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ എന്റെ മുടി കണ്ടോ, ഒരു നോർമൽ ടു ഡ്രൈയിലോട്ട് വന്നിട്ടുള്ള ഹെയറാ. പക്ഷെ ഞാൻ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രീസി ആയി പോകും എന്റെ മുടി. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഹെയർ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മറെന്നല്ല, നിങ്ങൾ ഒരു 2 മാസം കൂടുമ്പോൾ നിങ്ങളുടെ മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സമ്മറിൽ മുടി നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മുടി വളരത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മുടിയുടെ അറ്റം നല്ലോണം വെട്ടുക. സമ്മറിൽ നല്ലോണം തന്നെ ഹെയർ വളരും. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. മുടിയുടെ അറ്റമൊക്കെ ഒന്ന് ഇടയ്ക്ക് വെട്ടി കൊടുക്കുക. പിന്നെ നല്ലോണം തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക. നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന ഹെയറിന് മാത്രമല്ല, നമ്മുടെ ഓൾ ബോഡിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഇത്രയും ചൂടില് നല്ലോണം തന്നെ നമ്മുടെ വെള്ളത്തിന് സണ്ണങ്ങ് വലിച്ചെടുക്കും. സോ അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ലോണം തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. അതിനൊപ്പം വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമ്മുടെ ബോഡിയിലോട്ട് നല്ലോണം തന്നെ വെള്ളം എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ചില ആൾക്കാർക്ക് ഈ വെള്ളം ഒരുപാട് കുടിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട്സ് കഴിക്കുക, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക കേട്ടോ. പിന്നെ വരുന്നതാണ് കണ്ടീഷനിങ് ചെയ്യുക. നല്ലോണം തന്നെ കണ്ടീഷണർ മാസ്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പുറമെ ആണെങ്കിലും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ കണ്ടീഷന് നല്ലോണം നിങ്ങളുടെ ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ ഹെയറിനെ ഒന്ന് നല്ല മോയ്സ്ചറാക്കി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ള കണ്ടീഷനിങ് ഓരോ ടെക്നിക്കുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അലോവേരയോ അങ്ങനെ എന്തെങ്കിലും തേക്കേണ്ടതൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തു പോകുന്ന ടൈമില് മാക്സിമം നമുക്ക് അത്ര ഹെയറിനെ പറ്റി അത്ര, അതായത് വലിയ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാത്ത കാഷ്വൽ ആയിട്ടുള്ള പുറത്തു പോക്കലിലൊക്കെ എപ്പോഴും മുടി ബൺ ചെയ്ത് കെട്ടിവെക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. മുടി അല്ലാണ്ട് ഇട്ടുന്ന സമയത്ത് മുടിയുടെ അറ്റോ ഒക്കെ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അത്രയും നല്ല ചൂട് കാറ്റാണ്. സോ അതുകൊണ്ട് തന്നെ മുടി എപ്പോഴും ടൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഹീറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഈ ഒരു ടൈമില് അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ചൂടില് നമ്മളൊരു ഫാനിന്റെ ചൂട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മുടി വേഗം തന്നെ ഉണങ്ങും. സോ അത്രയും എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ ഈ ടൂൾസ് യൂസ് ചെയ്യുക. അല്ലാത്ത ടൈമിലൊക്കെ മാക്സിമം അത് കുറച്ചിട്ട് ഫാനിന്റെ ചൂട്ടിലൊക്കെ ഇരുന്ന് മുടി ഇതാക്കാനോ ഒക്കെ നോക്കുക. ഹീറ്റ് ടൂൾസ് കൂടുതലും ഒഴിവാക്കുന്നതാണ് നമുക്ക് ഈ ഒരു സമ്മർ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സമ്മറിലെ ഹെയർ വാഷിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ ചില കേസിൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഹോസ്റ്റലിലല്ല ഇപ്പൊ ഒട്ടുമിക്ക ടൗണിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ക്ലോറിനുള്ള വാട്ടർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഹെയർ വാഷിന്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ക്ലോറിനും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മുടി പിന്നെ കൊഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ക്ലോറിൻ ഡിസോൾവ് ആവുന്ന രീതിയിലുള്ള ഷാമ്പു കണ്ടീഷണർ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. പിന്നെ ഇടയ്ക്കൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തുക. റെഗുലർ ആയിട്ട് ഒരേ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. നമുക്ക് സമ്മറിലോട്ട് പറ്റുന്ന രീതിയിലുള്ള മുടി അധികം ഡ്രൈ ആക്കുന്ന രീതിയിൽ അല്ലാത്ത ഷാമ്പു ആൻഡ് കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അത് നിങ്ങൾക്ക് സമ്മർ അല്ല വിന്റർ അല്ല ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഓയിൽ മസാജ് എന്ന് പറയുന്നത്. ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയിൽ നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. മസാജ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനും കൂടെ ഇംപ്രൂവ് ആകും. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓയിൽ മസാജ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഓവറായിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഒരു ദിവസം ഒന്ന് മാത്രം മതി. നല്ലോണം തന്നെ മസാജ് ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയം ആയതുകൊണ്ട് തന്നെ മുടി കൂടുതൽ തന്നെ ഹൈഡ്രേറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് മുടി കളർ ചെയ്തവരാണ് അല്ലെങ്കിൽ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കളർ ചെയ്തവരാണെങ്കിൽ സ്പെഷ്യലായിട്ട് തന്നെ കെയർ കൊടുത്തോ. ഈ ഒരു മുടി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുടി ഫ്രിസി ആയിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലോണം തന്നെ മുടിനെ ഹൈഡ്രേറ്റ് ആക്കി നിൽക്കുന്ന രീതിയിൽ ഹെയർ കെയർ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ കളേഴ്സ് ഒക്കെ ഉണ്ടാവും. മാക്സിമം അത് ട്രൈ ചെയ്ത് നോക്കുക.
കളർ ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം കേട്ടോ. കളേർഡ് ഹെയറിന് പറ്റിയിട്ടുള്ള ഹെയർ കെയർ പ്രൊഡക്റ്റുകളുണ്ട്, ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സമ്മറിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പ്രാക്ടിക്കലായിട്ടൊന്നും ഉണ്ടാകുന്നില്ല, തിയറി മാത്രമേ ഉള്ളൂ. നല്ലോണം തന്നെ ഓയിൽ മസാജ് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ മുടി ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും. എസ്പെഷ്യലി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു നോർമൽ ടു ഡ്രൈ ഹെയറിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മസാജ്, ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇടയ്ക്കൊക്കെ ഒന്ന് മുടിനെ ഓയിൽ മസാജ് ചെയ്യണം എന്നാട്ടോ. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ളവരാണെങ്കിലും എപ്പോഴും നമ്മുടെ ബോഡി ഒന്ന് കൂളായിട്ടിരിക്കുന്ന രീതിയിലുള്ള ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചവെള്ളത്തിലാണ് ഇപ്പൊ തല കുളിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്റെ തല അത്ര തണുക്കത്തില്ല, തല ഇങ്ങനെ ചൂടായിട്ടിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ വർക്ക് പ്രഷറും സ്ട്രെസ്സും എല്ലാം ഹെയർ ഫോൾ ഉണ്ടാകുന്നതിന് വളരെ വലിയൊരു കാരണം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുകയാണെങ്കിലായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. പക്ഷെ ഇതിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കേട്ടിരിക്കാൻ എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്മറിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയറിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ കുറെ തവണ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ആവർത്തന വിരസത ഒഴിവാക്കാൻ നമ്മള് അത് ഇതിനകത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോയെന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സപ്പോസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റൂമിൽ ഒറ്റയ്ക്കാണ്. സോ എനിക്ക് നിങ്ങളായിട്ട് ഇപ്പൊ സംസാരിക്കാൻ വേണ്ടിട്ടൊരു നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് നിങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്നുള്ളത് ഒരു സജഷൻ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കത് ഒന്ന് കൺസിഡർ ചെയ്ത് നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടാം. എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് പറയണേ. എനിക്കധികം ഇപ്പൊ പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടികളത് കൂട്ടത്തില്ല. സോ ഞാൻ ഇപ്പോഴും എനിക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഇൻസൈഡ് ഇങ്ങനെ വീഡിയോ എടുക്കാനാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.